ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്റ്റോക്കാണ് പോളിക്യാബ്. ഒരുപക്ഷെ കോവിഡിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റത്തിൽ മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയ സ്റ്റോക്കുകളിൽ അവർ വിസ്മയം തീർത്ത അപൂർവ സ്റ്റോക്കുകളിൽ ഒന്നാണ് പോളിക്യാബ്. വളർന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ സെയിൽസും പ്രോഫിറ്റും അത് തുടർച്ചയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കമ്പനി അതിൻ്റെ മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റ് എന്നുള്ള സെഗ്മെൻറ്റിൽ നിന്നും ലാർജ് ക്യാപ്പ് കമ്പനിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശക്തമായൊരു ഗ്രോത്ത് കാണിച്ച ഈ സ്റ്റോക്കിൽ ഈ കഴിഞ്ഞ ദിവസം ചില ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇൻകം ടാക്സ് റെയ്ഡ് ഇവരുടെ ഫെസിലിറ്റികളിൽ ഇവരുടെ ഓഫീസുകളിലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വാർത്ത പരന്നതോടെ സ്റ്റോക്ക് 30% വരെ ക്രാഷ് ഉണ്ടായി. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിൽ ടോട്ടലായിട്ട് ഏകദേശം 30% ഒരു തകർച്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിലെ മാർക്കറ്റ് ലീഡറായ ഈ ഒരു സ്റ്റോക്ക് ഇനി നമ്മൾ ഇൻവെസ്റ്റേഴ്സ് അതിനെ എങ്ങനെ സമീപിക്കണം, ഈ സെക്ടറിൽ പരിഗണിക്കാവുന്ന മറ്റ് സ്റ്റോക്കുകൾ ഏതാണ്? അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു താരതമ്യ പഠനം നടത്താനാണ് ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. അപ്പോൾ R4യിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പോളിക്യാബിൻ്റെ 2014 മുതലുള്ള സെയിൽസ് നോക്കിയാൽ അത് 2021 വരെ ഒരു നോർമൽ ഗ്രോത്ത് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ 2021നും 2022നും ഇടയിൽ സെയിൽസിൽ ഒരു മാസീവ് ജമ്പ് നമുക്ക് കാണാൻ കഴിയും. 2021 8,792 കോടിയുടെ സെയിൽസ് രേഖപ്പെടുത്തിയ കമ്പനി 2022 12,204 കോടിയുടെ ഒരു സെയിൽസാണ് രേഖപ്പെടുത്തിയത്. അതായത് 28% വമ്പിച്ച ഒരു സെയിൽസ് ഗ്രോത്താണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്റ്റോക്ക് പ്രൈസിൽ ഇത് കാരണം വമ്പിച്ചൊരു റാലി ആ സമയത്ത് നടക്കുകയുണ്ടായി. അപ്പോൾ അന്ന് തുടങ്ങിയ അതൊരു റാലി പിന്നീട് ഈ സ്റ്റോക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. 5,000 ഒക്കെ ക്രോസ് ചെയ്ത് ഈ സ്റ്റോക്ക് മുന്നോട്ട് പോവുകയുണ്ടായി. അപ്പോൾ 2023 ഈ 14,108 കോടിയുടെ ഒരു സെയിൽസാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ആ 12,000 നിന്നും ഏകദേശം പിന്നെയും ഒരു 14% ഒരു വളർച്ച നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇനി പ്രോഫിറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 2014 വെറും 89 കോടിയുടെ ഒരു നേരിയ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയ കമ്പനി പിന്നീട് ഘട്ടം ഘട്ടമായി ആ പ്രോഫിറ്റ് ഇങ്ങനെ വളരുകയും അങ്ങനെ 2023 കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ മാർച്ചിൽ രേഖപ്പെടുത്തിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,282 കോടിയാണ്. അപ്പോൾ തകർപ്പന രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് പ്രോഫിറ്റിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ 2023 ഫൈനാൻഷ്യൽ ഇയറിൽ രേഖപ്പെടുത്തിയ 14,108 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫിഗർ, അതായത് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയ 14,108 കോടിയുടെ ആ സെയിൽസ് യഥാർത്ഥത്തിൽ 14,108 അല്ല എന്നും അതിൽ കൂടുതൽ 1,000 കോടി പിന്നെയും ഉണ്ടെന്നുമാണ് ഇൻകം ടാക്സിൻ്റെ കണ്ടെത്തൽ. അതായത് ഏകദേശം 15,108 കോടിയിലധികം യഥാർത്ഥത്തിൽ സെയിൽ നടന്നിരുന്നു. പക്ഷെ അവരിത് കുറച്ചിട്ടാണ് ഈ അക്കൗണ്ട്സിലൊക്കെ കാണിച്ചിട്ടുള്ളത് എന്നാണ് അവരുടെ ഇൻകം ടാക്സിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ ഇവർ ആ ബാക്കിയുള്ള സെയിൽസ് പ്രൊമോട്ടേഴ്സിൻ്റെ അക്കൗണ്ടിലൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെയിൽസ് വർദ്ധിച്ചിട്ടില്ല, അതുകൊണ്ട് ടാക്സിൽ ചെറിയൊരു ലാഭം ഇവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഏകദേശം 200 കോടി രൂപയുടെ ഒരു ടാക്സ് വെട്ടിപ്പ് അവിടെ നടത്തിയെന്നാണ് ആരോപണം. അപ്പോൾ ഈ വെട്ടിച്ച നികുതി എത്രയാണോ അതും അതിൻ്റെ ഫൈനും ഒക്കെ അല്ല പെനാൾട്ടിയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻകം ടാക്സ് അധികൃതരുമായുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയേക്കാം. എന്നാൽ ഇൻകം ടാക്സിൻ്റെ റൈഡ് ഒരിക്കലും ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇങ്ങനെയൊരു ഫ്രോഡ് നടത്തിയത് കാരണം ഇനി ഏതൊക്കെ മേഖലയിലാണ് ഈ കമ്പനി ഫ്രോഡ് നടത്തിയിട്ടുള്ളത്, അതുപോലെ മുമ്പത്തെ വർഷങ്ങളിൽ ഇതേപോലുള്ള ഫ്രോഡ് നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇൻകം ടാക്സ് ഇനി കൂടുതൽ ആഴത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും നെഗറ്റീവ് വാർത്തകൾ വന്നേക്കാം. എന്നാൽ പോളിക്യാബിൻ്റെ ഭാവിയിലെ സെയിൽസിനെയോ അല്ലെങ്കിൽ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു മാനുഫാക്ചറിങ് സൈഡിലുള്ള ബിസിനസ്സിനെയോ ഒന്നും ഇത് ബാധിക്കുമെന്ന് തോന്നുന്നില്ല കുറച്ച് കാലത്തേക്കെങ്കിലും. കാരണം അത്രമാത്രം ശക്തമായ മാർക്കറ്റ് ഷെയർ ഇവർക്കുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം കിടക്കുന്നത് ഇതിൻ്റെ ട്രസ്റ്റാണ്. അതായത് മാനേജ്മെൻറ്റിനോടുള്ള ട്രസ്റ്റ് ഇൻവെസ്റ്റേഴ്സിന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ കമ്പനിയെക്കുറിച്ച് ഇൻവെസ്റ്റേഴ്സിനുള്ള വിശ്വാസവും മതിപ്പും അതെന്തായാലും ചെറിയ തോതിലുള്ള ഒരു ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇതിൽ 12% ഫോറിൻ ഇൻവെസ്റ്റേഴ്സും 8% ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഈ സ്റ്റോക്ക് സ്വാഭാവികമായിട്ടും വൻകിട ഇൻവെസ്റ്റേഴ്സ് ഇനി അവരുടെ സമീപനം കുറച്ചുകൂടി നെഗറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മെല്ലെ മെല്ലെ അവർ ഈ സ്റ്റോക്കിൽ നിന്ന് അപ്രത്യക്ഷമായേക്കാം. പ്രത്യേകിച്ച്
ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുമ്പോൾ മാനേജ്മെൻറ്റിൻ്റെ റെപ്യൂട്ടേഷൻ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് എന്ന് മാനേജേഴ്സ് എന്ന് പറയുന്നത് അവർ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ വിശ്വസിച്ചേൽപ്പിച്ച പണമാണ് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെ സേഫ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് എപ്പോഴും നോക്കുക. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ആ കോർപ്പറേറ്റ് ഗവേണൻസും അത് വളരെ 100% ഫ്രോഡ് ഫ്രീ ആയിരിക്കണം എന്നുള്ളത് ഈ പറയുന്ന ഫണ്ട് മാനേജേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട അവർ നോക്കുന്ന ഒരു പാരാമീറ്ററാണ്. അപ്പോൾ അത്രമാത്രം റിസർച്ച് നടത്തിയാണ് അവർ ഒരു മാനേജ്മെൻറ്റ് എഫിഷ്യൻസിയെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്വാഭാവികമായിട്ടും അവർക്കുണ്ടായിട്ടുള്ള ഒരു വിശ്വാസക്കുറവ് ഇതിൽ അവർ ഘട്ടം ഘട്ടമായി സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ പോളിക്യാബിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 3500 3600 ലെവലിൽ അത് ഒരു സപ്പോർട്ട് എടുക്കുന്നില്ലെങ്കിൽ പിന്നെ അത് ചിലപ്പോൾ 2700 2800 ലെവൽ വരെ പോയേക്കാം. അപ്പോൾ ഇനി ഇൻകം ടാക്സ് റൈഡുമായി ബന്ധപ്പെട്ട് ഇനിയും എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസുകൾ വന്നാൽ ഈ നില കൂടുതൽ പരിതാപകരമായേക്കാം. അപ്പോൾ ഏതായാലും ഈ കമ്പനിയുടെ ഈ കോർപ്പറേറ്റ് ഗവേണൻസിൽ വന്നിട്ടുള്ള ഈ റെപ്യൂട്ടേഷനിൽ വന്നിട്ടുള്ള ഈ ഒരു ഇടിവ് അത് ഇവർക്ക് നികത്തണമെങ്കിൽ അത് നന്നായിട്ട് ഈ കമ്പനി ഏതായാലും ആ വിശ്വാസം വീണ്ടെടുക്കാൻ നല്ല രീതിയിൽ അധ്വാനിക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വയേഴ്സ് ആൻഡ് കേബിൾ സെക്ടറിലെ ഈ മാർക്കറ്റ് ലീഡറായ പോളിക്യാബിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് എക്സിറ്റ് ആവുകയാണെങ്കിൽ ഇതേ സെക്ടറിലുള്ള മറ്റ് സ്റ്റോക്കുകളിലേക്കായിരിക്കാം ചിലപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അവിടെ 3 പ്രധാനപ്പെട്ട മിഡ് ക്യാപ് സെഗ്മെൻറ്റിലെ സ്റ്റോക്കുകൾ നമുക്ക് ചോയ്സ് ആയിട്ട് കാണാൻ കഴിയും. അതിലൊന്ന് RR കേബിൾസ്, മറ്റൊന്ന് ഫിനോലെക്സ് കേബിൾസ്, മറ്റൊന്ന് KEI ഇൻഡസ്ട്രീസാണ്. അപ്പോൾ ഈ 3 സ്റ്റോക്കുകളും നമുക്ക് ഈ പോളിക്യാബുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയിട്ട് ഇതിൽ ഏതായിരിക്കും മെച്ചപ്പെട്ട സ്റ്റോക്ക് എന്ന് കണ്ടെത്താൻ ഒരു ശ്രമം നടത്തി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കമ്പനികളെ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ആദ്യം നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ പോളിക്യാബിൻ്റെതാണ് 59,000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള ഏറ്റവും വലിയ കമ്പനി യഥാർത്ഥത്തിൽ പോളിക്യാബ് തന്നെയാണ്. KEI ഇൻഡസ്ട്രീസാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. 26,000 കോടി മാർക്കറ്റ് ക്യാപ്പുണ്ട്. RR കേബിളിന് 16,000 കോടി മാർക്കറ്റ് ക്യാപ്പിലും ഫിനോലെക്സ് കേബിളിന് 16,000 കോടി മാർക്കറ്റ് ക്യാപ്പും ഉണ്ട്. ഇനി ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ ഏറ്റവും സീറോ ഡെപ്റ്റ് കമ്പനി എന്ന് നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്നത് ഫിനോലെക്സ് കേബിൾസ് ആണ്. 0.00 എന്നാണ് ഇവിടെ നമുക്ക് അത് കാണാൻ കഴിയുന്നത്. പിന്നീടുള്ളത് RR കേബിളിന് അത്യാവശ്യം 0.26 ഒരു ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ കാണിക്കുന്നുണ്ട്. എന്നാൽ പോളിക്യാബിൻ്റെ 0.03 KEIയുടെ 0.07 അപ്പോൾ എല്ലാ കമ്പനികളും അബ്സല്യൂട്ട്ലി ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. ഇതിൽ മികച്ചു നിൽക്കുന്നത് തീർച്ചയായും ഫിനോലെക്സ് കേബിളാണ്. ഇനി പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ പോളിക്യാബിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് ഏറ്റവും ഹൈ ആയിട്ട് കാണുന്നത്. അത് 65% ഉണ്ട്. ഇനി നമ്മൾ RR കേബിളിൻ്റെ നോക്കുകയാണെങ്കിൽ 62% ഉണ്ട്. എന്നാൽ ഫിനോലെക്സ് കേബിളിൻ്റെയും KEIയുടെയും 37% മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ നമുക്കത് FIIൻ്റെയും DIIൻ്റെയും ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്കത് എത്രമാത്രം അപകടകരമാണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് പോളിക്യാബിൽ 12% ഉണ്ടെങ്കിൽ ഫിനോലെക്സ് കേബിളിൽ 11% ഉണ്ട്. അപ്പോൾ ഫിനോലെക്സ് കേബിളിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറവാണെങ്കിലും ഇവിടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 11%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 15% ഹോൾഡിംഗ് നമുക്ക് കാണാൻ കഴിയും. അതേസമയം KEI ഇൻഡസ്ട്രീസിൻ്റെയും ശക്തമായിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഈ DIIസിൻ്റെയും നല്ലൊരു ഹോൾഡിംഗ് കാണാൻ കഴിയും. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 29%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 17% ഹോൾഡിങ്ങും KEI ഇൻഡസ്ട്രീസിലുണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ KEI ഇൻഡസ്ട്രീസാണ് ഏറ്റവും നന്നായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമ്മുടെ കറണ്ട് പ്രൈസ് വിത്ത് ബുക്ക് വാല്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പനി ഓവർ വാല്യൂഡ് ആണോ എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും ഓവർ വാല്യൂഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന RR കേബിളാണ് 9.75. തൊട്ടടുത്ത് തന്നെ KEI ഇൻഡസ്ട്രീസും ഉണ്ട്. അതിന് താഴെയാണ് പോളിക്യാബ് വരുന്നത്. എന്നാൽ വാല്യുവേഷൻ വൈസ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത് ഫിനോലെക്സ് കേബിളാണ്. 4.11 മാത്രമേ അതിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നമുക്കിവിടെ കാണാൻ കഴിയുന്നുള്ളൂ. ഇനി സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായ സെയിൽസ് ഗ്രോത്ത് കാണിക്കുന്നത് RR കേബിളാണ് കഴിഞ്ഞ 4 ക്വാർട്ടറിൽ. രണ്ടാം സ്ഥാനത്താണ് പോളിക്യാബ് വരുന്നത്. മൂന്നാം സ്ഥാനത്ത് ഈ KEI ഇൻഡസ്ട്രീസും 4ാം സ്ഥാനത്ത് ഫിനോലെക്സ് കേബിൾസുമാണ് കാണുന്നത്. എന്നാൽ എല്ലാറ്റിൻ്റെയും 10% കൂടുതൽ
നമുക്ക് ഇവിടെ സെയിൽസ് ഗ്രോത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രോഫിറ്റ് ഗ്രോത്തിൽ RRR കേബിൾ -9.36 ഒരു നെഗറ്റീവ് ഗ്രോത്താണ് കാണിക്കുന്നത്. അപ്പോൾ സെയിൽസ് ഗ്രോത്തിൽ RRR കേബിൾ മുന്നോട്ടാണെങ്കിലും അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് നെഗറ്റീവ് ഗ്രോത്താണ് കഴിഞ്ഞ 4 ക്വാർട്ടറിൽ എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ സെയിൽസ് ഗ്രോത്തിൻ്റെ കാര്യത്തിൽ, പ്രോഫിറ്റ് ഗ്രോത്തിൻ്റെ കാര്യത്തിലും പോളിക്യാബ് തന്നെയാണ് നമ്പർ 1. അത് മറ്റ് 3 പേരെയും ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് 20% സെയിൽസ് ഗ്രോത്തും 52% പ്രോഫിറ്റ് ഗ്രോത്തും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇവിടെയുള്ള ഇപ്പോൾ ടാക്സ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ പ്രോഫിറ്റ് ഗ്രോത്ത് നമ്മളൊന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫിനോലെക്സിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്താണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് കാണുന്നത്. 31% പ്രോഫിറ്റ് ഗ്രോത്ത് ഫിനോലെക്സ് കേബിൾസ് ഉണ്ടാക്കിയതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി PE റേഷ്യോ നോക്കുകയാണെങ്കിലും അവിടെ വളരെയധികം അണ്ടർ വാല്യൂഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായും അത് ഫിനോലെക്സ് കേബിൾ തന്നെയാണ്. 28% PE റേഷ്യോ ആണ് കാണിക്കുന്നത്. ബാക്കിയെല്ലാം ഹൈ PEയിലാണുള്ളത്. പോളിക്യാബ് ഇപ്പോഴാണ് 37ലേക്ക് വന്നത്, കാരണം ഈ ഒരു തകർച്ച കാരണം. അല്ലായിരുന്നെങ്കിൽ അതും 50 മുകളിലായിരുന്നു. KEI ഇൻഡസ്ട്രീസിൻ്റെത് 51%. RR കേബിളിൻ്റെത് ഏറ്റവും ഹൈ വാല്യുവേഷൻ 89% വാല്യുവേഷനാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അണ്ടർ വാല്യൂഡ് ആയിട്ട് എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ പറ്റുന്നത് ഫിനോലെക്സ് കേബിൾസ് തന്നെയാണ്. ഇനി അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും അധികം കറക്റ്റ് ചെയ്ത് നിൽക്കുന്നത് പോളിക്യാബാണ്. KEI 12%, RR കേബിൾ 18%, ഫിനോലെക്സ് 13% കറക്ഷനിലാണ് നമുക്കിവിടെ അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് കറക്റ്റ് ചെയ്ത് 52 വീക്ക് ഹൈയിൽ നിന്ന് കറക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി ROCE നോക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായ ROCയും ROEയും രേഖപ്പെടുത്തിയിട്ടുള്ളത് KEI ഇൻഡസ്ട്രീസാണ്. 25% ROCയും 20% ROEയുമാണ് KEI രേഖപ്പെടുത്തിയിട്ടുള്ളത്. പോളിക്യാബും തൊട്ടടുത്ത് തന്നെയാണ്. 26% ROCE, 19% ROE. ഇനി RR കേബിൾ 15-ൻ്റെയും 20-ൻ്റെയും ഒരു പ്രൊപ്പോർഷനാണ് നമുക്ക് കാണാൻ കഴിയുക. ഫിനോലെക്സ് കേബിളിൻ്റെത് 18-ഉം 14-ഉം എന്നുള്ള ഒരു ആവറേജ് ROEയും ROCയുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന ഒരു സ്റ്റോക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു ആവറേജ് പ്രോഫിറ്റബിലിറ്റി ഒക്കെ കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫിനോലെക്സ് കേബിളാണ് നല്ല ചോയ്സ്. കാരണം വാല്യുവേഷൻ വൈസ് വളരെ ഓക്കെ ആയിട്ട് കാണുന്നത് ഫിനോലെക്സ് കേബിളാണ്. ബാക്കി എല്ലാ സ്റ്റോക്കുകളും ഓവർ വാല്യൂഡാണ്. എന്നാൽ KEI ഇൻഡസ്ട്രീസും ശക്തമായ ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് ഇവിടെ കണക്കാക്കാൻ കഴിയും. കാരണം അതിൻ്റെയും ROCയും ROEയും ഒക്കെ വളരെ സ്ട്രോങ് ആണ്. കൂടാതെ അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്തും അത്യാവശ്യം 23% പ്രോഫിറ്റ് ഗ്രോത്തും അത് രേഖപ്പെടുത്തിയായിട്ട് കാണാം. അപ്പോൾ പോളിക്യാബിന് അൾട്ടർനേറ്റീവായിട്ട് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് KEIയും അതേപോലെ ഈ പറയുന്ന ഈ ഫിനോലെക്സ് കേബിളുമാണ് നമുക്ക് പരിഗണിക്കാൻ പറ്റാവുന്ന 2 സ്റ്റോക്കുകൾ. അപ്പോൾ ഇത് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കൂടുതൽ ഫർദർ സ്റ്റഡി നടത്തിക്കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.